കൊല്ലവുമില്ല. എല്ലാ ദിവസവും കന്യയ്യപ്പന്മാർ വരികയാണ്. എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത്. അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും, കാരണം എന്താ പറഞ്ഞ വാക്കാണ്. പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് 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 മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വന്ന് വീണത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി. മനസ്സിലായി? പ്രളയം വന്നത് അങ്ങനെ. ആ പ്രളയം വന്നപ്പോ അച്ഛൻ കോവിലാറിലും മീനച്ചിലാറിലും ആലുവാപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി. അങ്ങനെ അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങി. പ്രളയം വന്നത് എന്താന്ന് ഓർമ്മയുണ്ട്? ആഗസ്റ്റ് 16 നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല. ആഗസ്റ്റ് 15 അത്തം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഘോഷയാത്ര വേണ്ടാന്ന് വെച്ചു. അപ്പോഴേക്ക് മഴ കനത്തു. ആഗസ്റ്റ് 16 മഴ പ്രളയമായി വന്നു. 17 ആയപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി. അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി. എല്ലാ വീടും വെള്ളത്തിലടി. ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പോ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യം. ആഗസ്റ്റ് 17 എന്ന് പറഞ്ഞാൽ ചിങ്ങം 1 ആഗസ്റ്റ് 17 ചിങ്ങമാസം 1 നട തുറന്നപ്പോ കന്യയ്യപ്പനും ഇല്ല, ഗുരുസ്വാമി ഇല്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1 മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18 വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ. അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാ അയ്യപ്പൻ എന്നാ പറയുക? അങ്ങനെയുണ്ട്. 18 വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി ചേർത്തു. അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത്. അങ്ങനെ വിശ്വസിച്ചാ പോരെ? പ്രശ്നം കഴിഞ്ഞില്ലേ? ഞാൻ ഈ പറഞ്ഞതൊക്കെ യുക്തിയില്ലേ? ഞാൻ ഈ പറഞ്ഞതിൽ യുക്തിരഹിതമായി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറ. യുക്തിയില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഈ യുക്തിസഹമായ വിശ്വാസത്തെ നമ്മളങ്ങ് സ്വീകരിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ? എല്ലാ പ്രശ്നവും പരിഹരിക്കും. യുക്തിയല്ല, ഭാവന. ഒരു ഭൗതികവാദിയുടെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് പച്ചക്കള്ളം. പച്ചക്കള്ളം എന്ന് പറയുന്നത് തെമ്മാടിത്തരം, ശുദ്ധ തെമ്മാടിത്തരം വിളിച്ചു പറഞ്ഞതിന് ഇപ്പോഴിതാ ശബരിമലയിലെ അയ്യപ്പനെയും മാളികപ്പുറത്തെയും ചേർത്ത് കെട്ടി ശുദ്ധ തെമ്മാടിത്തരം വിളിച്ചു പറഞ്ഞ് ശബരിമലയെ കളങ്കപ്പെടുത്തിയതിന് സ്വരാജിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു കോടതി. പോലീസിനോട് എന്താ നിങ്ങളിതൊന്നും കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? ഇങ്ങനെ തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയാമെന്ന്, ആർക്കും എന്തും വിളിച്ചു പറയാമെന്ന്, അയ്യനെ കുറിച്ച് മാളികപ്പുറത്തെ കുറിച്ച് ആർക്കും എന്തും വിളിച്ചു പറയാമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ് കോടതി ചോദിക്കുന്നത്. പൂമരം ഒന്ന് പൂത്തതാ, ആചാര്യനൊന്ന് ഇമാജിൻ ചെയ്ത് ഭാവനയിൽ കണ്ടെത്തി. എല്ലാം ഭാവനയാണ്, വളരെ സർഗാത്മകമായ ഭാവനയാണ്, ഭാവനാ സൃഷ്ടികളാണ്. അതാണ് ഈ പറയുന്ന സഖാവിന്റെ അകംപൊരുൾ എന്ന് പറയുന്നത്. സഖാവ് വന്നിട്ട് ശബരിമലയിലെ ആചാരങ്ങൾ കാറ്റിൽ പറത്തി യുവതികളെ പോലീസ് എസ്കോർട്ടോട് കൂടി അവിടെ എത്തിച്ച പിണറായി വിജയനും സഖാക്കളും. അല്ലെങ്കിലും ഈ ശബരിമലയിൽ ഇവരെ അടുപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഇവർക്ക് എന്ത് ശബരിമല, ഇവർക്ക് എന്ത് അയ്യപ്പൻ, എന്ത് മാളികപ്പുറം, എന്ത് സന്നിധാനം, എന്ത് അയ്യന്റെ ദ്വാരപാലക ശില്പങ്ങള്, എന്ത് കട്ടിളപ്പാളികള്, എന്ത് പഞ്ചലോഹ വിഗ്രഹങ്ങള്. ഇവർക്കെല്ലാം പൈസ ഉണ്ടാക്കാനുള്ള, അടിച്ചു മാറ്റാനുള്ള, കക്കാനുള്ള, കട്ടിട്ട് നക്കാനുള്ള വെറും ഭൗതികമായ മെറ്റീരിയലുകൾ മാത്രമാണ് ഇവർക്കിത്. ഭൗതികമായ മെറ്റീരിയലുകൾ മാത്രമാണ്. സ്വർണം അത് മെറ്റീരിയലാണ്, ഭൗതിക മെറ്റീരിയലാ. അത് അയ്യന്റെ സ്വർണമാകുമ്പോ ബ്രാൻഡ് വാല്യൂ ഒന്നും കൂടി കൂടും. ഈ ബ്രാൻഡ് വാല്യൂ ഒക്കെ എന്ന് പറയുന്നത് അത് ഭൗതിക മെറ്റീരിയലുകളാ. ആ ബ്രാൻഡ് വാല്യൂ ഉള്ള അയ്യന്റെ പൊന്ന് കട്ട് കൊണ്ടുപോയി വിറ്റ് കാശ് നക്കിയിട്ട് അത് തൂറി. എന്നിട്ടിപ്പോ സഖാക്കൾ ഓരോരുത്തരായിട്ട് ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അയ്യനെ തൊട്ട് കളിച്ചാൽ വെറുതെ ആവില്ലെന്ന് ഇപ്പോ സഖാവ് സ്വരാജ് പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റിസിനെ കൊണ്ട് അയ്യന്റെ ഹിതം എഴുതിപ്പിച്ചു എന്നാണ് ആരെ ഭാവന? സ്വരാജിന്റെ ഭാവന. ആ സ്വരാജിന്റെ ഭാവന അത് സ്വരാജിന്റേതായിരുന്നു, അയ്യന്റെ ഹിതമായിരുന്നില്ല. അയ്യന്റെ ഹിതം എന്തെന്ന് ചോദിച്ചാൽ ഇതാണ് അയ്യന്റെ ഹിതം. ഏത്?
ഇത്തരത്തിൽ തമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയുന്ന സ്വരാജിനെ പോലെയുള്ളവരെ തൂക്കിയെടുത്ത് അകത്തിടുക, എന്റെ പൊന്ന് കക്കുന്ന ആളുകളെ തൂക്കിയെടുത്ത് അകത്തിടുക, എന്നെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ്, ശബരിമലയെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ് കമ്മിറ്റി ഉണ്ടാക്കി, ദേവസ്വം ബോർഡ് ഉണ്ടാക്കി, അതിൽ കയറി ഇരുന്ന് അയ്യന്റെ പൊന്ന് കട്ട ആളുകളെ തൂക്കിയെടുത്ത് അകത്തിടുക. ഇതാണ് അയ്യന്റെ ഹിതം. ഇപ്പൊ കോടതി ചോദിക്കുക, സ്വരാജിന്റെ ഈ പ്രസംഗത്തിനെതിരെ ഒരു പരാതി കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കോടതി ചോദിക്കുന്നത് എന്താ, പോലീസുകാരോട് നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? ഇങ്ങനെ തമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയാം, ആർക്കും എന്തും വിളിച്ചു പറയാം എന്നുള്ളതാണോ ശബരിമലയെ കുറിച്ച് നിങ്ങളുടെ ധാരണ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട്, പോലീസിനോട് ഈ പറയുന്ന കോടതി തിരിച്ചു ചോദിക്കുന്നത്. സ്വരാജിനെ തൂക്കിയെടുത്ത് ചെവിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുവരാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തൊരു കഷ്ടാണ് നോക്കുക നിങ്ങൾ. ഈ സഖാക്കളുടെ കയ്യിൽ നിന്ന് ഇവര് കക്കൂലാന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഇമാജിൻ ചെയ്യാൻ കഴിയോ? വിശ്വസിക്കണ്ട, ഇവര് കക്കൂലാന്ന്, അയ്യന്റെ പൊന്ന് സഖാക്കൾ കക്കൂലാന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ സ്വരാജ്, അയ്യന്റെ ഹിതം ജസ്റ്റിസിനെ കൊണ്ട് മാറ്റി എഴുതിപ്പിച്ചതല്ല അയ്യന്റെ ഹിതം. സ്വരാജ് ഇമാജിൻ ചെയ്തതുപോലെ, സ്വരാജ് ഭാവനയിൽ കണ്ടതുപോലെ, ഈ പറയുന്ന മനസ്സിൽ കണ്ടതുപോലെ ഇങ്ങനെ സ്വരാജ് ഈ പറയുന്ന യുവതീ പ്രവേശനത്തെ ന്യായീകരിക്കാൻ വേണ്ടി ക്യാപ്സ്യൂളുകൾ ഇറക്കുന്ന വിദ്വാൻ ആരാ? ഈ ക്യാപ്സ്യൂളുകളൊക്കെ മിക്കവാറും വരുന്നത്, സ്വരാജ് ഇത്രകാലം മാളത്തിലായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കയ്യിൽ നിന്ന് അടി വാങ്ങിയ സ്വരാജ്, ആ സ്വരാജ് ഇത്രയും കാലം മാളത്തിലായിരുന്നു. ആ സ്വരാജ് അണിയറയിൽ ഇരുന്നു കൊണ്ട് ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആചാര്യന, പൂമരമ, പരന്ന വായനയാ. പക്ഷെ കോടതി പറഞ്ഞു തമ്മാടിത്തരം നാവിനില്ലെന്ന് കരുതി എന്ത് തമ്മാടിത്തരവും വിളിച്ചു പറഞ്ഞ് അയ്യനെയും മാളികപ്പുറത്തെയും അവഹേളിക്കാനാണ് ഭാവമെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിട്. അയ്യന്റെ ഹിതം എന്താ? അയ്യന്റെ ഹിതം യുവതികളെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതല്ല. അയ്യന്റെ ഹിതം എന്ന് പറയുന്നത് സ്വരാജ് പറഞ്ഞ ഹിതമല്ല, മറിച്ച് അയ്യനെ അപമാനിച്ചവര്, അയ്യന്റെ പൊന്ന് കട്ടവര്, ഇവരെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടില് പല ഇപ്പോ ക്ഷേത്രങ്ങളാവട്ടെ, ചർച്ചുകളാവട്ടെ, പള്ളികളാവട്ടെ, അങ്ങനെ മുസ്ലിം പള്ളികളാവട്ടെ, എവിടെ ഇങ്ങനെ ആരാധനാലയങ്ങള്, വീടുകള്, ബിസിനസ് സ്ഥാപനങ്ങള്, ബാങ്കുകള്, ഇവിടെയൊക്കെ മോഷണം നടക്കാറുണ്ട് അല്ലേ? പക്ഷേ ഇതാദ്യമായിട്ടാണ് ഒരു സർക്കാർ അയ്യനെ സംരക്ഷിക്കാൻ, ശബരിമലയെ സന്ദർശിക്കാൻ, അവിടുത്തെ കാര്യങ്ങൾ മുറക്ക് നടത്താൻ വേണ്ടി ഒരു ബോർഡിനെ നിയമിക്കുന്നു, ഒരു സംഘത്തെ നിയമിക്കുന്നു. ആ സംഘം നിയമിച്ചത് ജനങ്ങൾ കരുതിയത് അവിടെ അവര് ഈ പറയുന്ന ശബരിമലയുമായ കാര്യങ്ങൾ സൗകര്യമായി വളരെ വൃത്തിയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ നിയമിച്ചത് എന്ന് ജനങ്ങൾ കരുതി, അയ്യപ്പ ഭക്തര് കരുതി, സ്വാമിമാര് കരുതി, കന്യാ അയ്യപ്പന്മാര് കരുതി, അങ്ങനെ എല്ലാവരും അങ്ങനെ കരുതി. പക്ഷേ ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? സഖാക്കളുടെ ലക്ഷ്യം എന്തായിരുന്നു? ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഇവരുടെ MLA, ഇവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അങ്ങനെ എല്ലാമായ ഇവരുടെ നേതാക്കളെ അതിൽ തിരികെ കയറ്റിയത് അയ്യന്റെ പൊന്ന് കക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഒന്നാലോചിച്ച് നോക്ക്. ഇപ്പൊ ഇന്നലെ ഏഷ്യാനെറ്റിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയില് ഈ പറയുന്ന വിവാദങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തില് N. വാസവൻ, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി N. വാസവൻ പറയുന്ന ഒരു വാക്കുണ്ട്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കാർക്കും ഒരു അറിവും ഉണ്ടായിരുന്നില്ല, ഒരു രേഖയും ഞങ്ങൾക്കാർക്കും കിട്ടിയിരുന്നില്ല. എങ്ങനെ കിട്ടുക? രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും അറിവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അറിയാത്ത ഭാവം നടിക്കുകയായിരുന്നു. കാരണം ഈ പറയുന്ന വാസുവിനെയും പത്മകുമാറിനെയും മുരാരി ബാബുവിനെയും വിജയകുമാറിനെയും ഒക്കെ ദേവസ്വം ബോർഡിലേക്ക് തിരികെ കയറ്റിയത് അയ്യന്റെ പൊന്ന് കക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു. അത് ഈ പറയുന്ന യുവതികളെ അങ്ങോട്ട് എത്തിച്ച് ആദ്യം ആ ശബരിമലയെ ഒന്ന് കളങ്കപ്പെടുത്തണം, ഒന്ന് മലീമസമാക്കണം, ബെടക്കാക്കണം, ബെടക്കാക്കി തനിക്കാക്കണം എന്നുള്ള രീതിയിലാണ് ആദ്യം യുവതികളെ അങ്ങോട്ട് എത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കൊള്ള തുടങ്ങി. ഒരു ഭാഗത്ത് നിന്ന് അയ്യന്റെ പൊന്നുകൾ അടിച്ചു മാറ്റാൻ തുടങ്ങി. അയ്യന്റെ പൊന്നും അയ്യന്റെ സ്വത്തും ഒക്കെ ധാരാളമുണ്ട്.
സാധാരണക്കാരായ പാവങ്ങളായ ഭക്തജനങ്ങൾ നൽകിയ ഒരുപാടധികം സ്വത്തുക്കളുണ്ട്, സ്വർണങ്ങളുണ്ട്, ഒരുപാടധികം വില പിടിപ്പുള്ള സാധനങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്വർണ്ണക്കടയിൽ കാണുന്ന സ്വർണത്തിന്റെ വിലയല്ല. അതിനപ്പുറം അത് അയ്യന്റെ സ്വർണം എന്നുള്ള ഒരു ബ്രാൻഡ് വാല്യൂ കൂടി അതിനുണ്ട്. അത് സഖാക്കൾക്ക് അറിയായിരുന്നു. അത് അറിഞ്ഞിട്ടാണ് സഖാക്കള് അയ്യന്റെ പൊന്ന് കട്ടത്. പിന്നെ അയ്യനെ നിരന്തരമായി തെറി വിളിച്ചതും. ആ കൂട്ടത്തിൽ ഒരുത്തനാണ് ഈ സ്വരാജ്. സ്വരാജ് വലിയ ഭാവനയുള്ളതാ, പരന്ന വായന, ഭാവന, ഇതൊക്കെയുള്ള വ്യക്തിയാണ് സ്വരാജ്. ആ സ്വരാജ് ഇത്തരത്തിൽ തൻ്റെ ഭാവന ശക്തി കൊണ്ട് അല്ലെങ്കിൽ കഴിവ് കൊണ്ട്, ആ കഴിവ് കൊണ്ട് ഭാവനാത്മകമായ പലതും ഊഹിച്ച് അതിൽ നിന്ന് പലതും ഉണ്ടാക്കിയെടുത്ത് എന്നിട്ട് അത് മൈക്ക് കെട്ടി പറഞ്ഞു. ഇപ്പൊ കോടതി പറയുന്നു തൂക്കിയെടുത്ത് അകത്തിടന്ന്. ആ തെമ്മാടിയെ തൂക്കിയെടുത്ത് അകത്തിട്. കാരണം എന്താ? ആ തെമ്മാടി അയ്യനെയാണ് അവഹേളിച്ചത്. ആ തെമ്മാടി മാളികപ്പുറത്തെയാണ് അവഹേളിച്ചത്. അങ്ങനെ ആർക്കും എന്തും പറയാനുള്ള ലൈസൻസ് ആണോ നാവിനില്ല എന്ന് കരുതുന്നത് എന്നാണ് കോടതി ചോദിക്കുന്നത്. അപ്പോ ഇപ്പോ എല്ലാത്തിലും ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശബരിമല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയ്യപ്പന് എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, മാളികപ്പുറം എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഈ സഖാക്കളാണ്. കാരണം സഖാക്കളാണ് പൊന്നു കട്ടത്, സഖാക്കളാണ് അയ്യനെ തെറി വിളിച്ചത്, സഖാക്കളാണ് അയ്യനെയും മാളികപ്പുറത്തെയും ചേർത്ത് വെച്ച് പൈങ്കിളിക്കഥകൾ ഉണ്ടാക്കിയത്. ഇതൊക്കെ ആരാണ്? സഖാക്കളാണ്. സഖാക്കള് എല്ലാം യുക്തിയാണ്, എല്ലാം യുക്തിയാണ്. യുക്തിക്ക് പുറത്ത് നിന്നുകൊണ്ട് സഖാക്കൾ ഇങ്ങനെ ഭാവനയിൽ പലതും കണ്ടു. പലതും ഭൗതികമാണ്. എല്ലാം ഭൗതികവാദികളാണല്ലോ സഖാക്കള്. എല്ലാം ഭൗതികമായിട്ട് കണ്ടു. ആ കണ്ടതിൽ അയ്യന്റെ പൊന്ന അവിടെ കണ്ടിരിക്കുന്നത് അടിച്ചു മാറ്റി. അയ്യൻ അവിടെ ഇരിക്കുന്നത് ഇപ്പുറത്ത് മാളികപ്പുറം രണ്ടുപേരെയും ചേർത്ത് കെട്ടി. അല്ലെങ്കിലും ഇവരെ പണ്ടേ മുതലുള്ള സ്വഭാവമാണല്ലോ ഈ പറയുന്ന രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ സഖാക്കള് നടത്തുന്ന രാഷ്ട്രീയ എതിരാളികളെ പെണ്ണു കേസിൽ പെടുത്തുക, ലൈംഗിക അപവാദങ്ങൾ പ്രചരിപ്പിക്കുക. അത് തന്നെയല്ല സ്വരാജ് അയ്യപ്പനെതിരെയും എടുത്ത ആയുധം എന്ന് പറയുന്നത്. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ നാണംകെട്ട നെറിവട്ട ഈ തെമ്മാടി കൂട്ടങ്ങൾ നിലനിൽക്കണമെങ്കിൽ അത് അയ്യനെതിരെയാണെങ്കിലും ശരി, ഇനി രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയാണെങ്കിലും ശരി, പെണ്ണ് കേസ് വേണം. ആ പെണ്ണ് കേസ് ഉണ്ടെങ്കിലേ ഇവർക്കൊക്കെ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. എന്താണെങ്കിലും കോടതി പറഞ്ഞത് തൂക്കി പിടിച്ചു കൊണ്ടുപോകാൻ, കഴുത്ത്, ഈ കാത്, ചെവി നുള്ളിപ്പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുവരാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ശബരിമലയിലെ പത്മകുമാറും വാസുവും വിജയകുമാറും മുരാരി ബാബുവും പോറ്റിയും മാത്രമല്ല സ്വരാജും ഇപ്പോ അകത്ത് കിടക്കാൻ പോവുകയാണ്. എന്താ കാര്യം? കാര്യം ശബരിമലയാണ്, കാര്യം അയ്യപ്പനാണ്. അയ്യനെ തൊട്ട് കളിച്ചവരൊന്നും പുറത്ത് നിൽക്കണ്ട എന്നുള്ളതാണ് അയ്യന്റെ ഹിതം.